എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലീല വന്ന സതിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. മണിമാളയിലുണ്ടായ കാര്യങ്ങളൊക്കെ ഗിരിദേവനും താന് മണിമാളയ്ക്കുള്ളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് എല്ലാം കേട്ട് സതി പറഞ്ഞു, നീ എന്ത് പരിപാടിയായി കാണിച്ചേ? അതെന്താ? ഗിരിദേവനും കൂടെ മണിമാളയിലേക്ക് പോയിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഉണ്ണിമോളെ രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരത്തല്ലേ ഉള്ളൂ. അല്ല, ജീവേനെ രക്ഷിക്കില്ലേ? അതിന് ജീവ അകത്തുണ്ടെന്ന് ഗിരിദേവൻ എങ്ങനെ അറിയണേ? ഉണ്ണിമോളല്ലേ കാണുള്ളൂ. അതിനകത്ത് കുറെ മുറികളുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഏതേലും ഒരു മുറിക്കകത്ത് ജീവ പെട്ടിരിക്കുവാണെങ്കിൽ എന്താ ചെയ്യുന്നേ? ഗിരിദേവൻ ഉണ്ണിമോളെയും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോരും. നീ എന്ത് പരിപാടി കാണിച്ചേ? ആ ഗിരിദേവൻ പോയപ്പോ നിനക്കൂടെ കയറി പോകാൻ മേലായിരുന്നോ? ഗിരിദേവൻ മണിയടിച്ചപ്പോ എങ്കിലല്ലേ നിനക്ക് ജീവനെ രക്ഷിച്ചുകൊണ്ട് പുറത്തു വരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഈ സമയം ലീല പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് വിചാരിച്ചില്ല. ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു. നീ ഇത്രയും പരിപാടികൾ ചെയ്തല്ലോ ജീവനെ രക്ഷിക്കാനായിട്ട്. എങ്കിൽ നിനക്ക് ഈ ഒരു കാര്യം കൂടെ ചെയ്യണമായിരുന്നു. നീയും കൂടെ അകത്തേക്ക് പോണായിരുന്നു. ഒരിക്കലും ഗിരിദേവന്റെ ആപത്തും വരാൻ പോകുന്നില്ല. അപ്പൊ ഗിരിദേവന്റെ കൂടെയല്ലേ നീ ഉള്ളത്. നിനക്കും ആപത്തൊന്നും വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ബുദ്ധിമോശമല്ലേ കാണിച്ചെന്ന് ചോദിക്കുക. അല്ല, അതിനിപ്പം എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടിയിരിക്കണു. കാരണം ഇനി അവരെ രക്ഷിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. നീ എന്നെ അകത്തേക്ക് പോയാൽ മതിയാവുള്ളൂ. ഗിരിദേവനും ഉണ്ണിമോൾക്കൊന്നും എന്ത് സംഭവിച്ചെന്ന് അറിയില്ലോ എന്ന് പറയാം. ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായി പോയി ലീലയ്ക്ക്. ഈ സമയത്ത് ദേവികമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുക. വൈകുന്നേരമായി. അങ്ങനെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് രാജീവനും ജയനും കൂടെ അങ്ങോട്ട് വരുന്നേ. അമ്മയെ കണ്ടപ്പോ ചോദിച്ചു, എന്താ അമ്മ? അമ്മ എന്താ ഇങ്ങനെ ഈ സമയത്ത് വന്നിരിക്കുന്നേ? സാധാരണഗതി രാവിലെയല്ലേ വരാറുള്ളൂന്ന് ചോദിക്കാം. അതെ, ഈ സമയത്ത് എനിക്ക് വരണ്ട വന്നു മോനെന്ന് പറയാം. അല്ല, നിങ്ങൾ രണ്ടും കൂടെ എന്താ? അതെ, അമ്മേനെ ഇന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയും. അല്ല, വിനോദേട്ടനില്ലേന്ന് ചോദിക്കണം. വിനോദ് വന്നില്ല മോനെ, കടയിൽ വെച്ച് തിരക്കം കണ്ടുണ്ട്. അവന് കടയിൽ സാധനങ്ങൾ എടുക്കാൻ പോണെന്ന് എന്തൊക്കെയോ പറയുന്ന കേട്ടെന്ന് പറയാ. അല്ല, നീ എന്താ മോനെ വന്നേ? അതെ, ഒരു സന്തോഷ വർത്താനമായിട്ടാ വന്നിരിക്കണെന്ന് പറയാ. സന്തോഷ വർത്താനോ? അതെന്ത് കാര്യ? പെട്ടെന്ന് ജയൻ പറഞ്ഞു, ദേ രാജീവിന് വിസ അടിച്ചു വന്നിട്ടുണ്ടെന്ന് പറയണം. വിസയോ? അതേമ്മ ഗൾഫിലേക്ക് പോകാനുള്ള അടുത്ത ബുധനാഴ്ച പോണെന്ന് രാജീവും പറയാ. ഇത് കേട്ടതും ദേവിയമ്മയ്ക്ക് സന്തോഷമായി. ആ കാർത്തിക് മേനോന് പറഞ്ഞ വാക്ക് പാലിച്ചല്ലേ? എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷമാന്ന് പറയണം. ഈ സമയം രാജീവൻ പറഞ്ഞു, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താ? ഇവർക്ക് ഫാമിലി വിസ വന്നിക്കണെന്ന് പറയണം. ദേവിയമ്മയ്ക്ക് അത് മനസ്സിലായില്ല. ഈ സമയം ജയൻ പറഞ്ഞു, അനുപമേനെ അഖിൽമോനെ കൂടെ കൊണ്ടുപോവാന്ന്, അവിടെ കൂടെ താമസിപ്പിക്കാന്ന്, അതിനുള്ള വിസയ വന്നിരിക്കണേന്ന്. ഇത് കേട്ടൻ ദേവികൻ പറഞ്ഞു, അതെ, അയ്യപ്പസ്വാമിക്ക് ഉത്സവം നടത്തിയതിന്റെ പ്രയോജനം കണ്ടു തുടങ്ങിയില്ലേ? കണ്ടില്ലേ? അതുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് വഴിപാടുകളൊക്കെ നേരെ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുക. ബുധനാഴ്ച ഒരു സമയമുണ്ടല്ലോ, അതിന്റെ മുമ്പ് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാൻ പറയാണ്. രാജീവ് പറഞ്ഞു, ശരി അമ്മയെന്ന് പറയാ. അല്ല, വിനോദേട്ടനെ കണ്ടേ ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം വീട്ടിലേക്ക് വരാം, വിനോദേട്ടനോട് കാര്യങ്ങൾ പറയാന്ന് പറയാം. ശരി. അല്ല, അമ്മ എന്തിനമ്മ ഇവിടെ ഇരിക്കണ? ഇപ്പം അമ്മ വീട്ടിലേക്ക് പോണില്ലേന്ന് ചോദിക്കും. എനിക്കിപ്പോ പോകാൻ പറ്റില്ല. അതെന്താ അമ്മേ? അത് മോനെ, ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. പിന്നീട് ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നീട് ദേവകിയമ്മ പറഞ്ഞു, ജയന്തനെ കല്ലൂരിനെ അന്വേഷിച്ച് ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓട്ടുമണി പുതുക്കി പണിയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. ആ കൂടെ ഗിരിദേവനും ഉണ്ണിമോളും കൂടെ പോയെന്ന് പറയാ. അല്ല, എങ്ങോട്ടാ പോയതമ്മേ? എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ആ കല്ലൂരിന്റെ ആംഗ്ലെ അവിടെ താമസിക്കുന്നുണ്ട്. അവനോട് ചോദിച്ചാൽ അറിയായിരിക്കും എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം. അല്ല, അവര് എവിടെ താമസിക്കണേന്ന് ചോദിക്കുക. കിഴക്കേവാതില്ലാന്ന് പറഞ്ഞ. കിഴക്കേവാതില്ലോ? അങ്ങോട്ട് കുറെ ദൂരല്ലേ അമ്മേ? ഇപ്പൊ അവിടെ പോയി എങ്ങനെ ചോദിക്കാൻ പറ്റണെന്ന് ചോദിക്കുക. എന്നാലും എനിക്കെന്തോ ഒരു വിഷമം വരുന്നുണ്ട്. ഉണ്ണിമോൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് അവനോട് ചോദിച്ചാൽ അറിയായിരിക്കും ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ എങ്ങോട്ടാ പോയിരിക്കണേന്ന്. എന്റെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ. ഞാൻ ഇതിനെക്കുറിച്ച് വിനോദിനോട് പറഞ്ഞപ്പോ വിനോദ് പറഞ്ഞ അമ്മയ്ക്ക് ഇതൊക്കെ തോന്നാന്നാ പറഞ്ഞേ. രാജീവൻ പറഞ്ഞു, ശരിയാ, അമ്മയ്ക്ക് ഇതൊക്കെ തോന്നാ. അല്ലാതെ ഉണ്ണിമോൾക്ക് ഒരു ആപത്തൊന്നും വരാൻ പോകുന്നില്ല. അമ്മ ഇങ്ങനെ രാത്രി ആകുമ്പോൾ എഴുന്നേറ്റ് പോകാൻ നോക്കി വീട്ടിലേക്ക്, ആർക്കും ഒരു ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വിനോദും ജയനും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഉണ്ണിമോളും മണിമാളയ്ക്കകത്ത് കിടന്ന് അലറിക്കറിവാണ്. ഗിരിദേവ, വാവരെ എന്നെ തുറന്നു വിടാൻ പറ, എന്നെ രക്ഷിക്കാനും പറഞ്ഞിട്ട് കഥയെ പോയി കിടന്ന് മുട്ടുവാണ്. രക്ഷിക്കാൻ വരാനായിട്ട് ആരും വീട് കേൾക്കുന്നൂടെയില്ല. അങ്ങനെ ഈ ഒച്ചപ്പാടും ബഹളം കേട്ടുകഴിഞ്ഞപ്പോ ആ മുറിയുടെ മൂലയില് ജീവ ഇരിക്കുന്നുണ്ടായിരുന്നു. ജീവ പതുക്കെ ഇങ്ങനെ ചുമച്ചോണ്ട് ഇങ്ങനെ എഴുന്നേക്കുക. പെട്ടെന്ന് ഉണ്ണിമോള് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോ ജീവേനെയാണ് കാണുന്നത്. ഓടി അങ്ങോട്ട് ചെന്നു. ഇതെന്താ, എന്ത് പറ്റിയത് അങ്ങ് ചോദിക്കുകയാണ്. നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ 2-3 ദിവസമായി ഇവിടെ വന്നിട്ട്. അതെ, ഇവിടുത്തെ ആളാണെന്ന് ചോദിക്കും. അല്ല, ഇവിടുത്തെ ആളല്ല, ഞാൻ മണിമാളിയെ പെട്ടുപോയതാ, എന്റെ പേര് ജീവയെന്നാന്ന് പറയാം. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, ഇവിടെ എങ്ങനെയാ വന്നത്? ഞാൻ വന്ന് ഈ മണി അടിച്ചിട്ട് ഇതിനകത്ത് പെട്ടുപോയതാന്ന് പറയണം.
പിന്നെ കാര്യങ്ങളൊക്കെ ജീവ പറയാ. ഈ സമയത്ത് ജീവയ്ക്ക് തീരെ വയ്യ, നന്നായിട്ട് ചുമയുണ്ട്, ഭയങ്കര ചുമയുണ്ടല്ലോ, ഇനി എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുള്ളൂ എന്ന് പറയാ. മരിച്ചാലും എനിക്ക് സങ്കടമില്ലെന്ന് പറയാ. ഉണ്ണിമോൾ പറഞ്ഞേ അങ്ങനെ പറയില്ലെന്ന് പറയാ. പെട്ടെന്ന് ജീവ പറഞ്ഞു, വേണ്ട, എനിക്ക് പുറത്തൊന്നും പോകണ്ടെന്ന് പറയും. ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ഇവിടെ ഇങ്ങനെ ചുമച്ചിരുന്നാ മതിയോ, പുറത്തു പോണ്ടേ, മരുന്ന് വാങ്ങിക്കണ്ടെന്ന് ചോദിക്കും. നമുക്ക് പുറത്തു പോകാനൊന്നും പറ്റത്തില്ല, ഇങ്ങോട്ട് കേറിയിട്ടുണ്ടെ പിന്നെ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് ജീവ ഉണ്ണിമോളോട് പറയാ. ഉണ്ണിമോള് ചോദിച്ചാൽ അതെന്താ, അതങ്ങനെയാന്ന് പറയാ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിമോളെ അകത്തേക്ക് കൂട്ടുകൊണ്ട് ആ സ്ത്രീ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് അവരെ കണ്ടത് ഉണ്ണിമോള് പറഞ്ഞു, അതെ, ജീവയ്ക്ക് വയ്യ, ജീവയ്ക്കിനെ എത്രയും പേർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാം, മരുന്ന് വേണമെന്ന് പറയാം. ഇത് കേട്ടതും അവര് പറഞ്ഞു, ഇവിടെ മരുന്നൊന്നും ഇല്ലാന്ന് പറയും. ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവിടെ ഹോസ്പിറ്റലിൽ ഇല്ലാന്ന് പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല, ജീവയുടെ ജീവൻ അപകടത്തിലാ, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം ചേച്ചിന്ന് പറയാം. ഇതൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞു, അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, ഒരു കാര്യം ചെയ്യ, എന്റെ പുറകെ വരാൻ പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് പറഞ്ഞിട്ട് പോവാ. ഈ സമയത്ത് ഉണ്ണിമോള് നേരെ ജീവയെടുത്ത് എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് ബാ, ഞാൻ എഴുന്നേപ്പിക്കാം, എഴുന്നേറ്റ് ബാ, നമുക്ക് പോയി അവരോട് അപേക്ഷിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവിടുന്ന് പുറത്ത് കിടക്കണം, മരുന്ന് വാങ്ങിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജീവയുടെ കൈയും പിടിച്ചങ്ങോട്ട് പോവാണ്. ഈ സമയം ഗിരിദേവൻ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുവാണ്. ധ്യാനിച്ചിരുന്നപ്പോ ബാബരും അടുത്തുണ്ട്. പിന്നീട് ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറന്നിട്ട് ഗിരിദേവൻ പറഞ്ഞു, ഇവിടെ വന്ന് മണി അടിച്ചു കഴിയുമ്പോഴത്തേനും പ്രതീക്ഷയോടുകൂടിയാണ് അവര് വന്ന് കഥ തുറക്കുന്നത്, കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് നിരാശയാവെന്ന് പറയാം. ഈ സമയം ബാബര് ചോദിച്ചു, അല്ല, അകത്തേക്ക് പോയി ഉണ്ണിമോൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അകത്തേക്ക് ഉണ്ണിമോള് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളെ പുറത്തേക്ക് വിടാനായിട്ട് കഴിവുള്ള ഒരാളവിടെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് ഉണ്ണിമോളെയും കൊണ്ട് അവര് പോയിരിക്കണേ. പക്ഷേങ്കില് ഉണ്ണിമോള് പെട്ടിരിക്കുന്ന വലിയ വിപത്തിനെ കുറിച്ച് അറിയാലോ എന്ന് ബാബരോട് ചോദിക്കണം. ബാബര് പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാന്ന് പറയാ. ഈ സമയത്ത് ഗിരിദേവൻ വീണ്ടും കണ്ണടിക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗിരിദേവന്റെ മനക്കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. ഉണ്ണിമോളും ജീവയും കൂടെ നേരെ പോകുന്ന ഒരു പുരുഷന്റെ അടുത്തേക്ക് അയാളിങ്ങനെ കട്ടിലേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ സ്ത്രീ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടി ഇതേ ആ കുട്ടിക്കാണെങ്കിൽ നല്ല ചുമയുണ്ടെന്ന് പറയാണ്, ആ കുട്ടിക്ക് ഔഷധം വേണ്ടിയിരിക്കണം എന്ന് പറയാ. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അല്ല, നമ്മള് ഇവിടെ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ വലിയ അപരാധികളായി മാറുമല്ലേന്ന് ചോദിക്കുക. അപ്പൊ ഗിരിദേവൻ ഇതിനു മുമ്പ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മണിമാളയിലേക്ക് ആര് ചെന്നാലും അവര് ഒരിക്കലും ശത്രുക്കളായിട്ട് അതിനുള്ളിലുള്ള ആൾക്കാർ കാണുന്നില്ല, കാരണം അവരെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു. ഉണ്ണിമോളോട് പിന്നീട് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ലെന്ന് പറയാ. ഉണ്ണിമോൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഞങ്ങളോട് തെറ്റും ചെയ്തിട്ടല്ലോ. ഓ, തെറ്റ് ചെയ്ത് നിങ്ങൾ ആ മണി അടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അകത്തേക്ക് വന്നേ, മണി അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തരാനായിട്ട്, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എന്തേലും കൊണ്ടെത്താണോ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിമോള് പറഞ്ഞു, പുറത്തു പോകണം, ജീവനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ജീവൻ അപകടത്തില, നല്ല പനിയുണ്ട്, ചുമയുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, അവിടെ ഇരുന്ന അയാൾ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് പുറത്ത് കിടക്കണോ, പുറത്ത് കിടക്കണമെങ്കിൽ നിബന്ധനകളുണ്ടെന്ന് പറയാ. എന്ത് വെള്ളം ഞാൻ അനുസരിക്കാം, ഞങ്ങൾക്ക് ആഹാരം കൊണ്ടേ തരണമെന്ന് പറയാ. ഇത് കേട്ട് ഉണ്ണിമോൾ, ആഹാരം കൊണ്ടേ തരാം, കുഴപ്പമില്ലാന്ന് പറയാ, പക്ഷെ ഞങ്ങൾക്ക് തൃപ്തിപ്പെടണം, ഞങ്ങൾ തൃപ്തിപ്പെടുത്താൻ സാധിക്കണം എന്ന് പറയാ. അതൊന്നും കുഴപ്പമില്ല, ഒരാഴ്ചത്തെ സമയം തരാം, ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊണ്ടുവരണം എന്ന് പറയാ. ഉണ്ണിമോള് കുഴപ്പമില്ല, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ കൊണ്ടു തന്നേക്കാന്ന് പറയാണ്. ഈ സമയം അയാൾ പറഞ്ഞു, മറ്റൊരു നിബന്ധന കൂടെ ഉണ്ടെന്ന് പറയാ. അത് കേട്ട് ഉണ്ണിമോള് എന്താന്നുള്ള രീതി നിൽക്കുക. ഈ സമയം ബാബര് ഗിരിദേവനോട് ചോദിച്ചു, അല്ലേ ഗിരിദേവ, ഉണ്ണിമോൾക്ക് ആഹാരം കൊണ്ടു കൊടുക്കാൻ കഴിയുമോന്ന് ചോദിക്കുക. ഉണ്ണിമോളുടെ വിചാരം ഒരാഴ്ച ഉണ്ടല്ലോ, കൊണ്ടേ കൊടുക്കാം, ഉണ്ണിമോൾക്ക് അറിയത്തില്ലോ എത്ര പേർക്കാ എങ്ങനെയാന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഉണ്ണിമോള് കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സമയം ബാബര് പറഞ്ഞു, അപ്പൊ അത് പ്രശ്നമാവുമല്ലോ അല്ലെ ഗിരിദേവാന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, പ്രശ്നമാവെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിമോൾ ഒരു ആപത്തിലാണ് പെട്ടിരിക്കുന്നത്, അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉണ്ണിമോൾക്ക് പെട്ടെന്നൊന്നും അങ്ങ് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയാ. അവരുടെ നിബന്ധന ഒന്നും അറിയത്തില്ലാതെ ഉണ്ണിമോള് ആഹാരം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരുടെ നിബന്ധന എന്നാന്ന് ഉണ്ണിമോൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഗിരിദേവൻ ഇങ്ങനെ ബാബരെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇനിയിപ്പോ രണ്ടാമത്തെ നിബന്ധന എന്ന് നമുക്ക് അറിയത്തില്ല, ആ നിബന്ധന വന്നു കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ കാര്യങ്ങളാന്നൊക്കെ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.